നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 11/4/2025 കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം 28 അതായത് 1947 ചൈത്രം 21 അതായത് ശകവർഷപ്രകാരം 1947 ചൈത്രം 21 വെള്ളിയാഴ്ചയും ഉത്രം നക്ഷത്രവും ശുക്ലപക്ഷ ചതുർദശിയും വരുന്ന ദിവസം. ഉത്തരായന കാലത്തിലെ വസന്ത ഋതുവിലെ ശുക്ലപക്ഷ ചതുർദശിയും ഉത്രം കന്നിക്കൂർ വരുന്ന ദിവസം. ഈ ദിവസം അതായത് മീനത്തിലെ ഉത്രം എന്ന് പറഞ്ഞാൽ പങ്കുനി ഉത്രമാണ്. വളരെ വിശേഷമുള്ള ദിവസമാണ്. ശബരിമലയിലെ ആറാട്ട് നടക്കുന്ന ദിവസമാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും നമുക്ക് കിട്ടുന്ന ഭഗവാന്റെ അനുഗ്രഹവും മറ്റ് എല്ലാ ദേവതകളുടെ അനുഗ്രഹം കിട്ടുന്ന ദിവസമാണ്. വെള്ളിയാഴ്ചയായതുകൊണ്ട് മഹാലക്ഷ്മിയുടെ പൂർണ്ണ അനുഗ്രഹം വന്നു ചേരുന്ന ദിവസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ദേവതകളുടെയും അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഇന്നേ ദിവസം സൂര്യോദയം 6:20 AM സൂര്യാസ്തമയം 6:32 PM രാഹുകാലം 10:54 മുതൽ 12:26 വരെയും ഗുളികകാലം 7:51 മുതൽ 9:23 വരെയും യമകണ്ഠകാലം 1:29 മുതൽ 3:29 PM മുതൽ 5 മണിവരെയും ആണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 12:02 PM മുതൽ 12:24 PM വരെയും 12:28 PM മുതൽ 12:50 PM വരെയും. ചന്ദ്രാഷ്ടമം വരുന്നത് കുംഭക്കൂറുകാർക്കാണ്. ഇനി ഇന്നത്തെ രാശിചക്രം അല്ലെങ്കിൽ രാശി എവിടെയെല്ലാമാണ് ഏതെല്ലാം ഗ്രഹങ്ങൾ നിൽക്കുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം. രാശിചക്രം പരിശോധിക്കാം. പതിവ് പോലെ സൂര്യൻ മീനത്തിലും ചന്ദ്രൻ കന്നിയിലും ചൊവ്വ കർക്കിടകത്തിലും ബുധൻ മീനത്തിലും ഗുരു ഇടവത്തിലും ശുക്രൻ മീനത്തില് മന്ദൻ മീനത്തില് സർപ്പി മീനത്തില് കേതു കന്നിയില് ഉദയം വന്നിരിക്കുന്നത് മീനൻ രാശിയിലാണ് ഉദയോസമയത്ത് തന്നെ. പിന്നെ ഗുളികോദയം വന്നിരിക്കുന്നത് ഇടവം രാശിയിൽ. എന്തായാലും ഈ രാശിചക്രപ്രകാരം അല്ലെങ്കിൽ ഈ ഗ്രഹനില പ്രകാരം 27 നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത്, ഈ ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊന്നും നമുക്ക് നോക്കാം. വെള്ളിയാഴ്ച ആയതുകൊണ്ട് വെളുപ്പോ ചുവപ്പ് നിറത്തിലുള്ളതോ പിങ്ക് നിറത്തിലുള്ളതായ വസ്ത്രം ധരിച്ചുകൊണ്ട് മഹാലക്ഷ്മിക്ക് നെയ്വിളക്ക് കൊളുത്തി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും എല്ലാവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും. ലളിതാ സഹസ്രനാമം ചൊല്ലി ലളിതാ പരമേശ്വരി ദേവിയുടെ അനുഗ്രഹം നേടുക. ലളിതാ അഷ്ടോത്തരം ചൊല്ലുക. അതുപോലെ തന്നെ ഉത്രം നക്ഷത്രമായതുകൊണ്ട് അയ്യപ്പസ്വാമിയുടെ ആറാട്ട് ദിവസമായതുകൊണ്ട് ശാസ്താവിനെ ഭജിക്കുന്നത് വളരെ ഉത്തമമാണ്. കനകധാര ജപിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധികൾ മാറുന്നതിന് സഹായിക്കും. എല്ലാവിധ ശാസ്ത്രീയപരമായ അറിവുകളുണ്ടായി ജ്ഞാനമുണ്ടായി യഥാവിധി ജീവിതം നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാർഗനിർദ്ദേശം നൽകുന്ന അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തിനായി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കൂ. ഈ ദിവസം എല്ലാവർക്കും ശോഭനമായി തീരും. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗം പുഷ്ടിപ്പെടും. അന്തസ്സും ആഭിജാത്യവും വർദ്ധിക്കും. ആരോഗ്യം അല്പം മോശമായിരിക്കും. ഈശ്വര പ്രാർത്ഥനകൾക്കായി സമയം മാറ്റിവെക്കും. കാർഷിക ആദായം ലഭിക്കും. വാഹനാപകട കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബ സ്വത്ത് ഭാഗിച്ചു കിട്ടും. ചെറിയ യാത്രകൾ കൊണ്ട് പ്രയോജനമുണ്ടാകും. കർമ്മപരമായി പുരോഗതി ഉണ്ടാകും. ഗ്രഹത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും കളിയാടും. അയൽക്കാരുമായി രമ്യതയിൽ വർത്തിക്കും. ഭർത്താവിന് അതായത് കുടുംബനാഥന് എല്ലാവിധ സാമ്പത്തിക പുരോഗതിയും വന്നു ചേരുന്ന ദിവസമാണ്. നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. ഗ്രഹോപകരണങ്ങൾ വാങ്ങും.
ഭർതൃകുടുംബത്തിലുള്ളവരുടെ അഭിപ്രായ ഐക്യം നേടുവാൻ സാധിക്കും. അവരുടെ പ്രീതി സമ്പാദിക്കുകയും ചെയ്യും. അന്യർക്ക് സഹായം നൽകും. അകാരണമായി മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുമെങ്കിലും പിന്നീടത് ശരിയായില്ല എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കും. തീർത്ഥാടനങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ടാകും. സ്നേഹിതന്മാരിൽ നിന്നും തിക്താനുഭവം പ്രതീക്ഷിക്കാം. അലസത നിമിത്തം നല്ല അവസരങ്ങൾ നഷ്ടപ്പെടും. ഗുണകരമായ യാത്രകൾ ഉണ്ടാകും. കൃഷിയിൽ നിന്ന് ആദായം ലഭിക്കും. സാമ്പത്തിക സ്ഥിതിയിൽ വർധനവുണ്ടാകും. മേലധികാരികളിൽ നിന്ന് പ്രശംസ പിടിച്ചുപറ്റും. പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ്. രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെയും ധർമ്മശാസ്താവിനെയും മഹാലക്ഷ്മിയെയും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ കാര്യങ്ങളും മംഗളമായി നടക്കുന്നതാണ്. ഇടവം രാശി. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മുൻകോപം നിമിത്തം നഷ്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. മേലധികാരികളിൽ നിന്ന് പ്രശംസ പിടിച്ചു പറ്റുമെങ്കിലും അല്പം കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. കൃഷിയിൽ നിന്നും ആദായമൊക്കെ ലഭിക്കും. സാമ്പത്തിക സ്ഥിതിയിൽ വർധനവും ഉണ്ടാകും. ഭരണകാര്യങ്ങളിൽ ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ, അതായത് ജനപ്രീതി പിടിച്ചു പറ്റുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധിക്കും. വ്യവസായ മേഖലകളിൽ നിന്നും അല്പം ലാഭം പ്രതീക്ഷിക്കാം. സുഖാനുഭവങ്ങൾ കുറയും. സ്വാർത്ഥത മൂലം ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെടുവാനുള്ള ഒരു സാഹചര്യവും വന്നു ചേരുന്നതാണ്. വിനോദ കാര്യങ്ങളിൽ ഏർപ്പെടും. ശത്രുക്കളാൽ പരാജിതരാവും. അതുകൊണ്ട് ശത്രുവൻ മുൻകൂട്ടി കണ്ട് ഏതാണെന്ന്, നമ്മുടെ ശത്രു ആരാണെന്ന് തിരിച്ചറിഞ്ഞ് വളരെ ശ്രദ്ധയോടെ അവരോട് ഇടപഴകുക. ബന്ധുക്കളിൽ നിന്ന് കാര്യമായ എതിർപ്പുണ്ടാകും. അതും വളരെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ വേണം. ശത്രുവിനെയും മിത്രത്തെയും ബന്ധുക്കളുടെ ഓരോ തരത്തിലുള്ള പെരുമാറ്റവും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമ്പോൾ അപകടങ്ങളിൽ ചെന്നുപെടാതിരിക്കുവാൻ സാധിക്കും. നേത്രരോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ശിവഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ശിവങ്കൽ ജലധാരയൊക്കെ കഴിക്കുക. അതുപോലെ തന്നെ ആവശ്യമായ ട്രീറ്റ്മെൻറ്റും എടുക്കുക. പഠനരംഗത്ത് ശോഭിക്കും. ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. ആലോചനാപൂർവമായ പ്രവർത്തനങ്ങൾ മൂലം സംഗതികൾ ശരിയാം വിധം നിർവഹിക്കുവാൻ കഴിയും. ഇതൊരു തിരിച്ചറിവാണ്. ആരോഗ്യനില അല്പസ്വല്പം മെച്ചപ്പെടുകയും ചെയ്യും. കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതിനായി കിണഞ്ഞ് പരിശ്രമിക്കും. ഉദ്യോഗത്തിൽ ഉത്തരവാദിത്വം കൂടും. ബിസിനസ് ഇടയ്ക്ക് അല്പം മന്ദഗതിയുമാകുമെങ്കിലും സായാഹ്നമാകുമ്പോഴേക്കും അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള പുതിയ തന്ത്രങ്ങൾ ആലോചിക്കും. സർക്കാരിൽ നിന്ന് കിട്ടേണ്ട രേഖകളെല്ലാം സമയബന്ധിതമായി തന്നെ ലഭിക്കുന്നതാണ്. പല സംഗതികളും അവനവൻ്റെ സാമർഥ്യം കൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കും. ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കുക എന്ന് മാത്രം. അനാവശ്യമായ മത്സരബുദ്ധിയൊക്കെ ഒന്ന് മാറ്റി നിർത്തുന്നത് നന്നായിരിക്കും. ജോലിയിൽ ഉയർന്ന പദവിയിൽ, അതായത് ഉദ്ദേശിച്ചതിലും അപ്പുറത്തുള്ള പദവിയിൽ ചെന്നു ചേരുവാൻ അവസരമുണ്ടാകും. സഹായികളും അയൽക്കാരും എല്ലാം അല്പം അസൂയയുടെ ആണെങ്കിലും സഹവർത്തിത്വത്തിൽ വരും. സഹപ്രവർത്തകർ അല്പം ശത്രുതയൊക്കെ മാറി ഒരു രമ്യഭാവത്തിൽ വരുന്നതാണ്. ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാകും. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക. ലളിതാഷ്ടോത്തരം ജപിക്കുക. ലളിതാ സഹസ്രനാമം ജപിക്കുക. അമ്മയ്ക്കൊരു നെയ്ദീപം തെളിച്ച് ജയ് മഹാലക്ഷ്മി എന്ന് പ്രാർത്ഥിക്കുക. ഓം ശ്രീ നമ എന്ന അമ്മയുടെ മൂലമന്ത്രം ജപിക്കുക. വെളുത്തയോതോ ചുവപ്പോ പിങ്ക് നിറത്തിലോ ഉള്ള വസ്ത്രം ധരിക്കുക. കഴിയുന്നതും ഉത്രമായതുകൊണ്ടും പങ്കുനി ഉത്രമായതുകൊണ്ടും ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതും എല്ലാവിധ മംഗളങ്ങളും നൽകുന്നതാണ്. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിചാരിക്കാത്ത സന്ദർഭത്തിൽ ധനലാഭമുണ്ടാകും. വാക്കുകളും ശുപാർശകളും മാനിക്കപ്പെടും. ഭൂമി ക്രയവിക്രയം ചെയ്യണമെന്നുള്ളവർക്ക് അതിന് അനുയോജ്യമായ അവസരം വന്നു ചേരും. പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തും.
ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമവും ചെയ്യും. ദൂരയാത്രകൾ ധാരാളം ആവശ്യമായി വരും. ഒന്നിനു പുറകെ ഒന്നായി യാത്രകളുടെ ഒരു ഘോഷയാത്ര തന്നെ വന്നു ചേരുന്നതാണ്. വർക്ക്ഷോപ്പുകളിൽ നിന്ന് കൂടുതൽ വരുമാനം ലഭിക്കും. ചെയ്യുന്ന പ്രവൃത്തികൾ ഒരു കലാപരമാക്കി മാറ്റുവാനായി കൂടുതൽ ശ്രദ്ധ ചെയ്യും. മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ പ്രവൃത്തിയെ ഒന്ന് ചിട്ടപ്പെടുത്തും. ഷെയറുകളിൽ നിന്നും വരുമാനം വർദ്ധിക്കും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ വിജയിക്കും. ബാങ്ക് ലോണിന് അപേക്ഷിച്ചിരുന്നവർക്കൊക്കെ വായ്പകൾ ലഭിക്കുവാനുള്ള ഒരു അവസരവും വന്നു ചേരും. വിദ്യാഭ്യാസപരമായി ഉയർച്ചയുണ്ടാകും. എല്ലാ രംഗങ്ങളിലും കർമ്മശേഷി പ്രദർശിപ്പിക്കുകയും അവിടെ വിജയം കൈവരിക്കുകയും ചെയ്യും. സഭാതലങ്ങളിൽ കഴിവ് മൂടിവയ്ക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകും. അതത്ര ഗുണം ചെയ്യില്ല. കൃഷിയിൽ നിന്ന് കൂടുതൽ വരുമാനമുണ്ടാകും. കലാപരമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും നിലനിർത്തിക്കൊണ്ടുപോകാൻ രാശിനാഥനായ ശ്രീരാമസ്വാമിയെയും ശ്രീകൃഷ്ണസ്വാമിയെയും പ്രാർത്ഥിക്കുന്നതോടൊപ്പം കുടുംബ പരദേവതയ്ക്കായി നെയ്വിളക്ക് തെളിച്ച് അമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. ശാസ്താവിനെ പ്രാർത്ഥിക്കുക. വെള്ളിയാഴ്ച ആയതുകൊണ്ട് സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞു കിട്ടുന്നതിനായി ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഗുണഫലങ്ങൾ ചെയ്യും. കർക്കിടകം രാശി ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് പല പദ്ധതികളും ആവിഷ്കരിക്കും. മനസ്സിന് ഉന്മേഷം നൽകുന്ന എഴുത്തുകുത്തുകൾ ലഭിക്കും. ഭാര്യയുടെ അല്ലെങ്കിൽ ഇണയുടെ ശ്രേയസ് വർദ്ധിക്കുകയും അവരുടെ പേരിൽ അവരെ സന്തോഷിപ്പിക്കുന്നതിനായി ഭൂമി വാങ്ങുകയും ചെയ്യും. പുതിയ വാഹനങ്ങൾ അധീനതയിലാകും. വീട് നിർമ്മിക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. ദൂരയാത്ര ചെയ്യേണ്ടതായി വരും. സദ്യകളോ വിരുന്നുകളോ ഒക്കെ സംഘടിപ്പിക്കുകയും അതിൽ പങ്കെടുക്കുന്നതിന് എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്യും. വീട്ടിൽ അങ്ങനെ സന്തോഷവും സമാധാനവും സർവ്വ ഐശ്വര്യവും നിലനിൽക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. വിവാഹാലോചനകൾ നീണ്ടുപോകുമെങ്കിലും പുണ്ടരീപുരത്തെ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് വേലിയോത്ത് കഴിച്ചാൽ ഏറ്റവും നല്ല വിവാഹം, മനസ്സിനിണങ്ങിയ വിവാഹം തന്നെ വന്നു ചേരും. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിനടുത്തുള്ള വെട്ടിക്കാട്ടുമുക്കിലെ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന പുണ്ടരീകപുരത്തിലെ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഈ ഒരു വഴിപാട്. വേലിയോത്ത് ചോറ്റാനിക്കരമ്മയ്ക്ക് കുങ്കുമം വെച്ച് പ്രാർത്ഥിച്ചാലും നല്ല രീതിയിൽ വിവാഹം നടക്കും. എല്ലാ ക്ഷേത്രങ്ങളിലും പോയി വിഷമിച്ചവർക്ക് ഈ പുണ്ടരീകപുരത്തൊന്ന് പോയി നോക്കൂ. തീർച്ചയായും ഏറ്റവും നല്ല രീതിയിലുള്ള വിവാഹം നടന്നു കിട്ടുവാൻ യോഗം കാണുന്നു. അതുപോലെ തന്നെ സന്താന ഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നവർ വെള്ളിയാഴ്ചയാണ്. സന്താന സൗഭാഗ്യം, സന്തതികളുടെ എല്ലാവിധ വളർച്ചയും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഒക്കെ വളരെ നന്നായിട്ട് തോട്ടുവ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ, തോട്ടുവ ധന്വന്തരമൂർത്തിയെ പ്രാർത്ഥിച്ചാൽ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. തോട്ടുവ എന്ന് പറയുന്ന പെരുമ്പാവൂർ അടുത്തുള്ള കോടനാട് അടുത്തുള്ള ഒരു ക്ഷേത്രമാണ്. അവിടെ ധന്വന്തരി മൂർത്തിയാണ്. ആയുർവേദം പഠിക്കുന്നവരെല്ലാവരും ആ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്താറുണ്ട്. സന്താന സൗഭാഗ്യത്തിനായി മരുന്ന് സേവിക്കുന്നവരൊക്കെ അവിടെ പോയി അവിടുത്തെ മരുന്ന് സേവിച്ച് പ്രാർത്ഥിച്ചാൽ സന്താന സൗഭാഗ്യം ലഭിക്കും. സന്തതികളുടെ വളർച്ചയ്ക്കായി ചേന വഴിപാട് കഴിച്ച കുട്ടികൾക്ക് പഠന കാര്യങ്ങൾക്കായി ചേന എടുത്ത് പ്രദക്ഷിണം വച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ വിദ്യ ഉണ്ടാകുമെന്നാണ് ഒരു വിശ്വാസം. ഇതൊക്കെ വിശ്വാസങ്ങളാണ്. വിശ്വാസങ്ങളെ വിശ്വാസങ്ങളായി എടുത്തുകൊണ്ട് വിശ്വാസപൂർവം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് ഫലവും ഉണ്ടാകും. ഓരോരുത്തരുടെയും അനുഭവങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അപ്പം തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ കുട്ടികളുടെ കാര്യത്തിൽ വിഷമിക്കുന്ന രക്ഷിതാക്കൾ, കുട്ടികൾ പഠിക്കുന്നില്ല എന്നൊക്കെ ഓർത്ത് വിഷമിക്കുകയാണെങ്കിൽ, നല്ല സന്താന സൗഭാഗ്യമില്ല എന്ന് വിഷമിക്കുന്നവരാണെങ്കിൽ, സന്താനങ്ങളുടെ വിവാഹ കാര്യത്തെക്കുറിച്ച് വിഷമിക്കുന്നവരാണെങ്കിൽ ഒക്കെയുള്ളൊരു പ്രതിവിധിയും കൂടിയാണ് ഇവിടെ പറഞ്ഞത്.
അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് വിശ്വാസങ്ങൾക്കനുസരിച്ചിട്ട് പാലിച്ചു നോക്കൂ. തീർച്ചയായും ഫലം അമ്മ തരും. ഇതൊരു വിശ്വാസം തന്നെയാണ്. തറവാട്ട് സ്വത്തുകൾ വീതിച്ചു കിട്ടുവാനായി സാധിക്കും. ഉദാസീനതയെല്ലാം ഉപേക്ഷിച്ച് എല്ലാ രംഗത്തും ശുഷ്കാന്തിയോടെ മനസ്സ് നിറഞ്ഞ് കർമ്മരംഗം പുഷ്ടിപ്പെട്ടു വരുന്നണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മം ചെയ്യൂ. തീർച്ചയായും എല്ലാ ഫലങ്ങളും ലഭിക്കും. പിതാവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു തീർക്കുവാൻ സാധിക്കും. നഷ്ടപ്പെട്ടെന്ന് കരുതിയ പണമോ വസ്തുക്കളോ തിരിച്ചു കിട്ടും. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പുരോഗതി ഉണ്ടാവും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ ഈ ദിവസം കർക്കിടകൻ രാശിക്കാർക്ക് രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിച്ച് ധർമ്മശാസ്താവിനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ധന്വന്തരമൂർത്തിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ രോഗാദി ദുരിതങ്ങളും മാറി സർവ ഐശ്വര്യവും നിലനിന്ന് കിട്ടും. ചിങ്ങം രാശി പലവിധ അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. ജോലി സ്ഥലത്ത് എതിർപ്പുകൾ ഉണ്ടാകും. പ്രതീക്ഷിക്കാത്ത കേന്ദ്രങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധന ആഗമനം ഉണ്ടാകും. ജീവിത രീതിയിൽ ചില്ലറ മാറ്റങ്ങൾ വരും. സൽക്കർമ്മങ്ങൾക്കായി കൂടുതൽ പണം ചിലവഴിക്കും. റിസർച്ച് വിദ്യാർത്ഥികൾക്ക് അവരുടെ റിസർച്ച് ചെയ്ത് പൂർത്തീകരിക്കുന്നതിനും അംഗീകാരവും പ്രോത്സാഹനവും ഒക്കെ ലഭിക്കുന്നതിനുമുള്ള സമയം ആഗതമായി. പല കാര്യങ്ങളിലും സ്വന്തമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയും അതിൽ വിജയിക്കുകയും ചെയ്യും. ദൂരയാത്രകൾ സംഘടിപ്പിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യും. പുതുതായി ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരം ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാകും. വാഹനങ്ങളിൽ നിന്നും അല്പം വരുമാനം ലഭിക്കും. പരസ്യങ്ങൾ, ഏജൻസികൾ മുതലായവയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പണം ധാരാളമായി വന്നു ചേരും. വീടിനോ വാഹനങ്ങൾക്കോ ചില്ലറ റിപ്പയറുകൾ ആവശ്യമായി വരും. അതുപോലെ തന്നെ ഇണയോട് കൂടുതൽ സ്നേഹത്തിൽ വർദ്ധിക്കും. മക്കളുടെ വിവാഹകാര്യത്തെക്കുറിച്ച് ആലോചിച്ച് മനസ്സ് വ്യാകുലപ്പെടും. ശിരസ്സു സംബന്ധമായ അല്പം ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. ഏറ്റുമാനൂരപ്പനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമഃശിവായ ജപിക്കുന്നത് ഉത്തമം തന്നെ. മനസ്സുഖം കുറയുന്നത് മൂലം എല്ലാ കാര്യങ്ങളും താല്പര്യക്കുറവ് വരുമെങ്കിലും യഥാവിധി മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക, ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുക, രാശിനാഥനായ സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ വന്നിരിക്കുന്ന അല്ലെങ്കിൽ വരാനിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജം കൈവരും. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ. ഓം ശ്രീ നമായ എന്ന് 108 പ്രാവശ്യം ജപിക്കുക. ഓം നമഃ ശിവായ 108 പ്രാവശ്യം ജപിക്കുക. ധർമ്മശാസ്താവിൻ്റെ മൂലമന്ത്രമായിട്ട് ധർമ്മശാസ്താവിൻ്റെ ശാസ്താസ്തുതി എങ്കിലും ജപിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. കന്നിക്കൂറ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് മൂലം പേരുദോഷം കേൾക്കുവാൻ ഇടയുണ്ട്. രാശിയിൽ തന്നെ കേതു നിൽക്കുന്നത് കൊണ്ട് നമ്മളെ വഴിതെറ്റിക്കുവാനുള്ള സാധ്യതയും ഉണ്ടാകും. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നന്നായിരിക്കും. എല്ലാ പ്രവർത്തനങ്ങളിലും വേണ്ടത്ര രീതിയിൽ ശ്രദ്ധ പുലർത്തിയാൽ നഷ്ടങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാം. കടം വാങ്ങുന്നതും കടം കൊടുക്കുന്നതുമൊക്കെ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റത്തിനുള്ള ഒരു അവസരം വന്നു ചേരും. മനസമാധാനം അല്പം കുറയുമെങ്കിലും നമഃശിവായ ജപിച്ചുകൊണ്ട് മനസമാധാനം വീണ്ടെടുക്കാവുന്നതാണ്. ഔദ്യോഗ രംഗത്ത് പല പ്രയാസങ്ങളും വരുമ്പോഴും ശിവഭഗവാനെ കൈവിടാതെ കൈപിടിക്കുക. അമ്മയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ, പാർവതി ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി വന്നു ചേരും. അന്യദേശ ബന്ധങ്ങളൊക്കെ അപ്പോഴേക്കും അനുകൂല ഭാവത്തിൽ വരും. വീട്ടിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള കാര്യങ്ങൾ ആലോചിക്കും. പുതിയ വിദ്യ അഭ്യസിക്കുന്നതിനുള്ള ഒരു അവസരം വന്നു ചേരും. പുതിയ തൊഴിൽ അന്വേഷിക്കാനുള്ള ഒരു കാര്യവും ചെയ്യും. അങ്ങനെ എല്ലാ തരത്തിലും പുതുമ തേടിയുള്ള ഒരു യാത്രയായിരിക്കും. അതിലൊക്കെ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്യും. എല്ലാ മൂകാംബിക അമ്മയുടെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. നെയ്ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ
കുട്ടികളുടെ സന്താനങ്ങളുടെ വളർച്ചയ്ക്കായി ശിവഭഗവാനെ പ്രാർത്ഥിക്കുക, പാർവതീദേവിയുടെ അനുഗ്രഹം നേടുക. വെള്ളിയാഴ്ച ആയതുകൊണ്ട് മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തിനായി നെയ്ദീപം തെളിച്ച് മനസ്സറിഞ്ഞ് അമ്മയെ പ്രാർത്ഥിക്കുക. അത് മൂകാംബിക ദേവിയായി തന്നെ അമ്മയെ കണ്ട് നെയ്ദീപം തെളിച്ച് പ്രാർത്ഥിച്ചോളൂ. എല്ലാ ഐശ്വര്യവും വരും, സമൂഹ മധ്യത്തിൽ അന്തസ്സ് ഉയരും, പ്രവർത്തനങ്ങളെല്ലാം ഫലപ്രദമാകും, ഭാഗ്യം നമ്മളെ തേടിയെത്തും, ഔദ്യോഗിക രംഗത്തും സ്വസ്ഥതയും സമാധാനവും വന്നു ചേരും, മനസ്സ് ഊർജ്ജസ്വലവും സന്തോഷഭരിതവുമായിരിക്കും, സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും, രാഷ്ട്രീയക്കാർക്ക് ഉന്നത പദവി അലങ്കരിക്കുവാനാകും. അല്പസമയം, അതായത് ആ അഭിജിത്ത് മുഹൂർത്തത്തിലോ അല്ലെങ്കിൽ രാഹുകാല സമയത്തോ ഒക്കെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ മനസ്സിൻ്റെ പ്രാർത്ഥന രാവിലെ തന്നെ ഒരു നെയ്ദീപം തെളിച്ച്, ശുക്രഹോരയിൽ തന്നെ ഒരു നെയ്ദീപം തെളിച്ച് അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ വരാനിരിക്കുന്ന എല്ലാ കഷ്ടതകളും മാറി ഒരു ശുഭപ്രതീക്ഷ വന്നു ചേരും. സായാഹ്നമാകുമ്പോഴേക്കും ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ ഒരു പരിധിവരെ സാധിച്ചെടുക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ സാധിക്കും. ഈ ദിവസം ഏറ്റവും ഉജ്ജ്വലമായി തീരട്ടെ എന്ന് ആശംസിച്ച് കൊള്ളുന്നു. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിച്ച കാര്യം പ്രാവർത്തികമാക്കുന്നതിന് കഠിന പ്രയാസം, അതായത് കഠിനമായ പ്രയത്നം ആവശ്യമായിരിക്കും. സാമ്പത്തിക നില അത്ര മെച്ചമായിരിക്കില്ല. രാശിനാഥയായ മഹാലക്ഷ്മിയെ സ്തുതിച്ചുകൊണ്ട് നെയ്ദീപം തെളിച്ച് മഹാലക്ഷ്മി അഷ്ടകമൊക്കെ ജപിച്ചു കഴിയുമ്പോൾ കുറച്ച് പുതിയ മാർഗങ്ങൾ തെളിഞ്ഞു വരും. കടബാധ്യത മുഖേന മനസ്സമാധാനം കുറഞ്ഞിരിക്കുന്നവർക്ക് ചോറ്റാനിക്കര പവിഴമെല്ലിത്തറയിൽ അമ്മയ്ക്ക് ഒരു നെയ്ദീപം തെളിച്ച് പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിച്ചാളാം. സാമ്പത്തികത്തിൻ്റെ കെട്ടുകളൊക്കെ മാറ്റിത്തരണേ അമ്മയെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 7 പ്രാവശ്യം നെയ്ദീപം തെളിച്ച് പ്രാർത്ഥിക്കൂ. തീർച്ചയായും അമ്മ നിങ്ങളുടെ ആഗ്രഹം സാഫലീകരിച്ചു തരും. ഇത് ചോറ്റാനിക്കര മാത്രമല്ല, ഏത് ദേവീക്ഷേത്രത്തിലും ഒരു ചിരാതിലെങ്കിലും അല്പം നെയ്ദീപം തെളിച്ചുകൊണ്ട് അമ്മയ്ക്ക് ദീപമാരതി കാണിച്ചുകൊണ്ട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കൂ, പ്രദക്ഷിണം ചെയ്യൂ. അമ്മ ആഗ്രഹങ്ങൾ സാധിച്ചു തരിക തന്നെ ചെയ്യും. ഏത് ക്ഷേത്രത്തിലും ദേവി നമ്മുടെ കുടുംബ പരദേവതയെ പോലും മനസ്സിൽ കണ്ടുകൊണ്ട് സ്വയം വീട്ടിലെ ഫോട്ടോയ്ക്ക് തന്നെ 7 പ്രാവശ്യം ആരതി വെച്ചുകൊണ്ട് സ്വയം പ്രദക്ഷിണം ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചാൽ പോലും തീർച്ചയായും ഫലം ലഭിക്കും. സാമ്പത്തിക കെട്ടുകളെല്ലാം മാറി എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരും. കടബാധ്യത മുഖേന വിഷമിക്കുന്നവർക്ക് എല്ലാ ഐശ്വര്യവും വന്നു ചേരും. വലിയ പ്രതീക്ഷകൾക്കൊന്നും സാധ്യതയില്ലാതിരുന്ന സമയത്താണ് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നത് വഴി ഒരു മാർഗം തെളിഞ്ഞു വരുന്നത്. സുഹൃത്തുക്കൾ പോലും നമുക്ക് സഹായഹസ്തവുമായി ഓടിയെത്തും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സുഹൃത്തുക്കൾ പോലും നല്ല വചനങ്ങളുമായി നമ്മളുടെ അടുത്തേക്ക് എത്തുമ്പോൾ നമുക്ക് തന്നെ അമ്മയോടുള്ള ആ ഒരു ഭക്തി വർദ്ധിക്കും. ഇതൊക്കെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് സാധിക്കുന്നതാണെന്ന് മനസ്സിലാവും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് അവരുടെ രാഷ്ട്രീയ ഭാവി ശോഭനമായി തീരുന്നതാണ്. കർമ്മരംഗം കൂടുതൽ കാര്യക്ഷമമായി ചെയ്യുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യും. കുടുംബാന്തരീക്ഷം സന്തോഷപൂർണ്ണമായിരിക്കുന്നതിനായി ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. സാമ്പത്തിക നില അല്പസ്വല്പം മെച്ചപ്പെടും. ദീർഘകാലമായി കടം കൊടുത്തിരുന്ന പണം അപ്രതീക്ഷിതമായി തിരികെ കിട്ടും. പൂർവിക സ്വത്തിൻ്റെ കാര്യത്തിലും ഏകദേശം ഒരു തീരുമാനമുണ്ടാകും. ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടും. ബിസിനസ് അല്പമായി മുന്നോട്ട് കൊണ്ടുപോകും. ത്വരിതപ്പെടുത്തി കൊണ്ടുപോകാനായിട്ടുള്ളൊരു ശ്രമം ചെയ്യും. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യം വന്നു ചേരുന്നതാണ്. തോട്ടുവ ധന്വന്തരി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥന മരുന്ന് സേവിക്കുന്നത്, മറ്റ് മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ ഇതുകൂടി ചെയ്യുമ്പോൾ ഗുണഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. മനസ്സമാധാനവും സന്തോഷവും സർവ്വ ഐശ്വര്യവും നിലനിർത്തുക എന്നതിനായി മഹാലക്ഷ്മിയെയും മഹാവിഷ്ണുവിനെയും അതുപോലെ തന്നെ ഉത്തരം നാളായതുകൊണ്ട്, പങ്കുനി ഉത്തരമായതുകൊണ്ട് അയ്യപ്പസ്വാമിയുടെ ശബരിമല ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലെ ആറാട്ട് ദിവസമായതുകൊണ്ട് ശാസ്താവിനെ കൂടി സ്തുതിക്കുമ്പോൾ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി ഭവിക്കും. വൃശ്ചിക രാശി. കുടുംബാന്തരീക്ഷം പൊതുവെ സന്തോഷപൂർണമായിരിക്കും. സാമ്പത്തിക നിലയിൽ
സ്വല്പം മെച്ചപ്പെടലുകൾ പ്രതീക്ഷിക്കാം. ദീർഘകാലമായി അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നവരുമായി ഒരു സൗഹൃദ ബന്ധം പുലർത്തുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. സഹകരണ സ്ഥാപനത്തിൽ ജോലിക്ക് ശ്രമിച്ചിരുന്നവർക്ക് അതിനുള്ള ഒരു അവസരം വന്നു ചേരും. തൊഴിലാളികളിൽ നിന്നും ആത്മാർത്ഥമായ സഹകരണം ലഭിക്കുന്നതാണ്. ഉന്നതരായ വ്യക്തികളുമായി അഭിപ്രായ ഐക്യമുണ്ടാക്കുന്നതിനായി ശ്രമിക്കണം. അവരുടെ അപേക്ഷാപദാവങ്ങളൊന്നും വാങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ഒക്കെ ബഹുമാനിക്കുവാൻ പഠിക്കണം. മുതിർന്നവരുടെ വാക്കുകളിൽ എന്തെങ്കിലുമൊക്കെ നന്മകളുണ്ടാവും. ആ നന്മകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. പ്രായം കഴിഞ്ഞു നിൽക്കുന്ന വ്യക്തികളുടെ വിവാഹ കാര്യത്തിലൊക്കെ പുണ്ടരീപുരത്ത് പോയി വീലിയൂത്ത് വഴിപാട് കഴിക്കുമ്പോൾ വിവാഹം നടക്കാതെ വിഷമിച്ചിരുന്നവർക്കൊക്കെ ഒരു പുതിയ വഴി തെളിഞ്ഞു വരുന്നതാണ്. അതുപോലെ തന്നെ പതിവിലൊന്നും അധികം യാത്ര ചെയ്യേണ്ടതായി വരും. ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അത്ഭുതാവഹമായ ധനവരവ് വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ മനസ്സിലിണങ്ങിയ രീതിയിൽ സാമ്പത്തികം വന്നു ചേരുകയും സന്തോഷവും സമൃദ്ധിയും അനുഭവിക്കാനും സാധിക്കും. എല്ലാം രാശിനാഥയായ ഭദ്രകാളി അമ്മയുടെ സഹായത്താൽ, അതുപോലെ തന്നെ മഹാലക്ഷ്മിയുടെയും അനുഗ്രഹത്തിൽ, മഹാത്രിപുര സുന്ദരിയുടെ അനുഗ്രഹത്താൽ, ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹത്താൽ, കുടുംബ പരദേവതയ്ക്ക് നെയ്ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായതെന്ന് വിചാരിച്ചാൽ അവർ ദൈവങ്ങളോടുള്ള ഭക്തി വർദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിത നിലവാരവും മെച്ചപ്പെടും. കുടുംബ സമാധാനവും സർവ്വ ഐശ്വര്യവും വന്നു ചേരും. അമ്മയുടെ അനുഗ്രഹത്തിനായി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കൂ. എല്ലാം മംഗളമായി ഭവിക്കട്ടെ. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മുൻകാല പ്രവൃത്തികളുടെ ഗുണദോഷങ്ങൾ അനുഭവിക്കുവാനുള്ള ഒരു സമയമാണ്. ജീവിതത്തെ ഒന്ന് വിലയിരുത്തുന്നതിനുള്ള പല സന്ദർഭങ്ങളും വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഐക്യമുണ്ടാകും. സന്താനങ്ങളുടെ പേരിൽ അല്പം ആശങ്കയുണ്ടാകും. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള വഴികൾ ആരായുകയും അതിനുള്ള സാമ്പത്തിക സ്രോതസ് കണ്ടെത്തുകയും വേണം. അല്പസ്വല്പം ടെൻഷനൊക്കെ ഉണ്ടാകുമെങ്കിലും ദിനാന്ത്യം ഏറ്റവും നല്ല കാര്യങ്ങൾ, നല്ല വാർത്തകൾ ശ്രവിക്കുവാനിടയാവും. ക്ഷുദ്ര അഭിചാര പ്രവർത്തനങ്ങളൊക്കെ വരുമ്പോൾ എല്ലാം ഭദ്രയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് അമ്മേ ഞങ്ങളുടെ കുടുംബ പരദേവതയെ ഞങ്ങളെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നെയ്ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക. ഇല്ലെങ്കിൽ ഒരു ദീപമെങ്കിലും തെളിക്കുക. മനസ്സുകൊണ്ടെങ്കിലും ദീപം തെളിച്ച് അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമുക്ക് കവചം കെട്ടും. ദേവീമഹാത്മ്യത്തിലെ കവചം ചൊല്ലുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും നിലനിന്ന് കിട്ടും. മഹാലക്ഷ്മി അഷ്ടകം കൂടി ജപിക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധികൾ മാറിക്കിട്ടും. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായി പല പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നതോടൊപ്പം തന്നെ ദൈവീകമായ ഒരു അനുഗ്രഹം കൂടി വന്നു ചേരും. ബാക്കിയുണ്ടായിരുന്ന നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറഞ്ഞ സമ്പാദ്യം മറ്റൊരു വഴിക്ക് ചെലവഴിച്ച് അതിൽ നിന്നും ധനമുണ്ടാക്കുവാനായി ശ്രമിക്കണം. ഭാഗ്യം കൊണ്ട് അപകടങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടും. പിതൃജനങ്ങളുടെ അനുഗ്രഹം ലഭിക്കും. അതുപോലെ തന്നെ നികുതി സ്വന്തമായി സർക്കാരിലേക്ക് പണം അടയ്ക്കേണ്ടതായി വരുമെങ്കിലും പേടിപ്പിക്കുന്ന രീതിയിൽ ഒന്നുമില്ല. കാർഷിക ആദായം വർദ്ധിക്കും. വീട് മാറുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. പഴയ ചില ബന്ധങ്ങൾ വീണ്ടും അടുത്തു വരുമ്പോൾ ആ അകന്നവൻ അടുക്കുമ്പോഴും അടുത്തവൻ അകലുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ശ്രമിക്കണം. ആരംഭിച്ച സംരംഭങ്ങൾ പുരോഗമിക്കുന്നതിനായി ശ്രമിക്കുക. വിദേശയാത്രയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവരുടെ ശ്രമം വിജയിക്കും. പഴയ ഗ്രഹം പൊളിച്ച് പുതിയതുണ്ടാക്കാനുള്ള ശ്രമവും ഒരു പരിധിവരെ വിജയിക്കുന്നതാണ്. എല്ലാവിധ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്നതിനായി രാശിനാഥനായ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തോടൊപ്പം തന്നെ മഹാലക്ഷ്മിയെയും ധർമ്മശാസ്താവിനെയും പ്രാർത്ഥിക്കൂ. ദിവസം ഐശ്വര്യപൂർണമായി തീരുന്നതാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവകാര്യങ്ങൾക്കും അല്പം വിഘ്നമുണ്ടാകുമെങ്കിലും ക്രമേണ വിജയത്തിൽ എത്തിച്ചേരും. സന്താനങ്ങൾക്ക് വിവാഹാലോചനയിൽ തീരുമാനമുണ്ടാകും. ഗ്രഹാന്തരീക്ഷം സുഖകരമായിരിക്കും. തൊഴിൽ തർക്കങ്ങളൊക്കെ
ഒക്കെ പരിഹരിക്കപ്പെടും. വളർത്തുമൃഗങ്ങളിൽ നിന്നും എന്തെങ്കിലും ആദായം അല്പം പ്രതീക്ഷിക്കാം. ദേഹാസ്വാസ്ഥ്യമൊക്കെ ഉണ്ടാകുമെങ്കിലും അതത്ര കാര്യമാക്കേണ്ടതില്ല. കൂട്ടുകച്ചവടത്തിൽ നിന്നും അല്പം സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ക്ഷേത്ര ജീവനക്കാർക്ക് വരുമാനം വർദ്ധിക്കുന്ന സമയമാണ്. പുണ്യസ്ഥലം സന്ദർശിക്കുവാനുള്ള അവസരം വന്നു ചേരും. നാനാഭാഗത്തു നിന്നും പലവിധത്തിലുള്ള കഷ്ടങ്ങൾ വരുമെങ്കിലും എല്ലാം ഭക്തിപൂർവ്വം മഹാലക്ഷ്മി അമ്മയ്ക്കായി ദീപം തെളിച്ച്, അതായത് കുടുംബ പരദേവതയെ മഹാലക്ഷ്മിയായി കണ്ടുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ദീപം തെളിച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ധർമ്മശാസ്താവിനെയും കുടുംബ പരദേവതയും പ്രാർത്ഥിക്കുമ്പോൾ ദിവസം കൂടുതൽ ഐശ്വര്യപൂർണമായി തീരും. ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുവാൻ പരിശ്രമിക്കും. ഇടയ്ക്കിടയ്ക്ക് നേത്രരോഗമൊക്കെ വരുമ്പോൾ ശിവഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ ഐശ്വര്യവും നിലനിർത്തിത്തരും. രോഗങ്ങൾ വരുമ്പോൾ പ്രാർത്ഥനയോടൊപ്പം തന്നെ വൈദ്യസഹായവും തേടണം. ഒരു രോഗവും നിസ്സാരമായി കാണരുത്. അതുപോലെ തന്നെ ഗൃഹനിർമ്മാണ കാര്യങ്ങളിലൊക്കെ പുരോഗതി പ്രതീക്ഷിക്കാം. മുൻകാല പ്രവൃത്തികളുടെ ഗുണദോഷങ്ങൾ, അതായത് നന്മകൾ തിന്മകൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ജീവിതം കുറച്ചുകൂടി അർത്ഥപൂർണമായി തീരും. സന്താനങ്ങളെ ചൊല്ലി കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ആശങ്കയൊക്കെ ഉണ്ടാകും. ഉപരിപഠനത്തിനുള്ള ധനമാർഗങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് വിഷമിക്കേണ്ടതായ സാഹചര്യം വരുമ്പോൾ ആരെങ്കിലും അപ്രതീക്ഷിതമായ സഹായഹസ്തവുമായി വരും. ഇത് അമ്മയുടെ നിയോഗമാണ്. അമ്മ അതൊക്കെ ചെയ്തു തരും. അമ്മയെ പൂർണ്ണമായി വിശ്വസിക്കുക. കുടുംബ പരദേവത ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും കാര്യങ്ങൾ നടത്തുന്നതിനായി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും. അതിന് അമ്മ ആരെയെങ്കിലും ഒരാളെ നിയോഗിക്കുകയും ചെയ്യും. തീർച്ചയായും അമ്മയിൽ പൂർണ്ണ വിശ്വാസം കൊടുക്കൂ. ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതോടുകൂടി കാര്യങ്ങൾ എല്ലാം ശാസ്ത്രീയമായി തന്നെ പരിഹരിക്കപ്പെടും. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുവാൻ വേണ്ടി ശാസ്താവിനെയും കുടുംബ പരദേവതയെയും പ്രാർത്ഥിക്കൂ. ദിവസം ഐശ്വര്യപൂർണമായി തീരട്ടെ. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദേഹാരിഷ്ടതകൾ പ്രതീക്ഷിക്കാം. കൂട്ടുകച്ചവടം ചെയ്യുന്നവർക്ക് കൂട്ടുകച്ചവടത്തിൽ അല്പം നഷ്ടം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അന്യരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിർമ്മാണ സംബന്ധമായ കരാറുകളിൽ നിന്നും പ്രതീക്ഷയും കവിഞ്ഞ ധനം ലഭിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എല്ലാ പ്രശ്നങ്ങളെയും ശുഭപ്രതീക്ഷയോടെ സമീപിക്കുക. സർവീസിൽ പ്രമോഷൻ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. ഭൂമി വാങ്ങുവാനുള്ള യോഗവും വന്നു ചേരും. തെരഞ്ഞെടുപ്പുകളിലും മറ്റും വിജയിക്കും. രാഷ്ട്രീയ രംഗം കൂടുതൽ ശോഭിതമായി തീരും. തൊഴിൽ രംഗത്ത് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം ലഭിക്കും. പ്രസ് ജീവനക്കാർക്കും പത്രപ്രവർത്തകർക്കും ഒക്കെ പ്രൊമോഷൻ ലഭിക്കുന്നതിനുള്ള സമയമാണ്. എല്ലാ സംഗതികളിലും മധ്യസ്ഥത വഹിക്കേണ്ടതായി വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പെരുമാറുന്നത് നന്നായിരിക്കും. പ്രധാനമായ ചില പ്രമാണങ്ങൾ കൈവശം വന്നു ചേരും. ഔഷധ ബിസിനസ്സുകാർക്ക് അനുകൂലമായ സമയമാണ്. പൂർവിക സ്വത്തൊക്കെ അധീനതയിൽ വന്നു ചേരുന്ന സമയമാണ്. സ്ത്രീജനങ്ങളുടെ പ്രേരണ നിമിത്തം അല്പം ചിലവ് വർദ്ധിക്കുമെങ്കിലും അവർ കുടുംബത്തിൻ്റെ ഐശ്വര്യമാണെന്ന് കണ്ട് എല്ലാം കരുതലുകളും നാളേക്ക് പ്രയോജനം ചെയ്യുമെന്നുള്ള വിശ്വാസത്താൽ ധർമ്മശാസ്താവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് മഹാലക്ഷ്മിക്ക്, അതായത് കുടുംബ പരദേവതയ്ക്ക് ദീപം തെളിച്ച് മനസ്സനുമി പ്രാർത്ഥിക്കൂ. എല്ലാം മംഗളമായി ഭവിക്കും. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിർമ്മാണ സംബന്ധമായ കരാറുകളിൽ നിന്നും പ്രതീക്ഷയിലും കവിഞ്ഞ ആദായം ലഭിക്കും. എല്ലാ പ്രശ്നങ്ങളെയും ശുഭപ്രതീക്ഷയോടെ സമീപിക്കും. സർവീസിൽ പ്രൊമോഷൻ ലഭിക്കുവാൻ ഇടയുണ്ട്. ഭൂമി വാങ്ങുവാനുള്ള ആഗ്രഹം സഫലീകരിക്കും. തെരഞ്ഞെടുപ്പുകളിലും മറ്റും വിജയിക്കും. തൊഴിൽ രംഗത്ത് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കും. പ്രസ് ജീവനക്കാർക്കും പത്രപ്രവർത്തകർക്കും അനുകൂല സമയമാണ്. ചില സംഗതികളിൽ മധ്യസ്ഥത വഹിക്കേണ്ടതായി വരും. പ്രധാന ചില പ്രമാണങ്ങൾ കൈവശം വന്നു ചേരും. ഔഷധ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ്. പൂർവിക സ്വത്ത് അധീനതയിലാകുമെങ്കിലും അല്പം മറ്റുള്ളവരുടെ അപ്രീതി വന്നു ചേരുവാൻ യോഗമുള്ളതുകൊണ്ട് എല്ലാവരുമായി സംസാരിച്ച് ഒരു സമവായത്തിലെത്തുന്നത് നന്നായിരിക്കും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ വിജയം പ്രതീക്ഷിക്കാം.
വളരെയധികം യാത്രകൾ ചെയ്യേണ്ടതായി വരും. വീട്ടിൽ മംഗളകാര്യങ്ങളോ ആത്മീയ കാര്യങ്ങളോ സംഘടിപ്പിക്കേണ്ടതായി വരും. വാഹനം വാങ്ങണമെന്നുള്ളവർക്ക് അതിനുള്ള സമയവും ആഗതമാകുന്നതാണ്. വീട് പണിയിക്കുകയോ മോടി പിടിപ്പിക്കുകയോ ചെയ്യും. സഹോദരങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ വേണ്ടി ജാമ്യം നിൽക്കേണ്ടി വരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഒരിക്കൽ കൂടി 2 വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനം എടുക്കുക. കുടുംബത്തിലുള്ള മുതിർന്നവരുമായി ഈ കാര്യമൊന്ന് ചർച്ച ചെയ്യുന്നതും നന്നായിരിക്കും. ഇണയോടെങ്കിലും ഈ കാര്യം സൂചിപ്പിക്കുന്നത് നന്നായിരിക്കും. ബിസിനസ്സിൽ പാർട്ട്ണർമാർ ഉദാസീന നയം സ്വീകരിച്ചാലും കാര്യം മനസ്സിലാക്കി അവരുമായി സമവായത്തിലെത്തുവാൻ ശ്രമിക്കണം. ജോലിയിൽ മാറ്റങ്ങൾ വന്നു ചേരും. ഭൂമിയെ ക്രയവിക്രയവും വന്നു ചേരാവുന്നതാണ്. ബിസിനസ്സിൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും. സേവന പ്രവർത്തനങ്ങളിൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നത് വഴി സൽപ്പേര് ലഭിക്കുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. വിവാഹം മുടങ്ങിക്കിടക്കുന്നവർക്കൊക്കെ വിവാഹ സാധ്യതയും വന്നു ചേരും. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അഭിവൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരുന്നതിനായി രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഗുരുക്കന്മാരുടെ അനുഗ്രഹവും വാങ്ങുക. അതുപോലെ തന്നെ മഹാലക്ഷ്മിക്കായി നെയ്ദീപം തെളിച്ച്, മഹാലക്ഷ്മിക്ക് അല്ലെങ്കിൽ കുടുംബപരദേവതയ്ക്കായി നെയ്ദീപം തെളിച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. പങ്കുനി ഉത്തരമായതുകൊണ്ട് ധർമ്മശാസ്താവിന് കൂടെ പ്രാർത്ഥിച്ച് എല്ലാ ഐശ്വര്യവും നിലനിർത്തി കിട്ടണമെന്ന് അപേക്ഷിക്കൂ. സർവ്വ ഐശ്വര്യങ്ങളും 27 നക്ഷത്രങ്ങൾക്കാർക്കും, അതായത് 12 രാശിക്കാർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിന്ന് കേൾക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.